3.5 വയസ്സുള്ള കുഞ്ഞിനെ 2 വർഷമായി പീഡിപ്പിച്ച ചെറിയച്ഛനെ എങ്ങനെ വിശേഷിപ്പിക്കണം? മൃഗങ്ങൾ പോലും കാണിക്കാത്ത ക്രൂരതയാണ് കുഞ്ഞിന് ഏറ്റവും സ്നേഹമുണ്ടായിരുന്ന ചെറിയച്ഛൻ പകരം നൽകിയത്. അറബി നാടുകളിലെ കല്ലെറിഞ്ഞു കൊല്ലുന്ന നിയമം ഇയാൾക്കെതിരെ നടപ്പാക്കണമെന്ന് ചിന്തിക്കാത്ത ഒരാൾ പോലും ഭൂമിയിലുണ്ടാവില്ല. നമ്മുടെ നീതിന്യായ സംവിധാനം എല്ലാ സൗകര്യങ്ങളോടെയും മനുഷ്യാവകാശങ്ങൾ പാലിച്ചുകൊണ്ട് ഈ ക്രൂരനെയും നാട്ടുകാരുടെ ചെലവിൽ തീറ്റിപ്പോറ്റി വളർത്തും. തെളിവുകളുടെ അഭാവത്തിൽ ഇയാൾ പുറത്തു വന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല. ഇവിടെയാണ് അറബി നാട്ടിലെ കല്ലെറിഞ്ഞു കൊല്ലലും വധശിക്ഷയുമെല്ലാം പ്രാകൃതമാണെന്ന് പറയാറുണ്ടെങ്കിലും അതാണ് ശരിയെന്ന് ഓരോ ആളും ചിന്തിച്ചു പോകുന്നത്. അബദ്ധം പറ്റിയതെന്നായിരുന്നു കുറ്റം സമ്മതിച്ചുകൊണ്ട് പ്രതി പോലീസിനോട് പറഞ്ഞത്. അമ്മ കുഞ്ഞിനെ പുഴയിലേക്ക് എറിഞ്ഞ വാർത്ത പുറത്തു വന്നപ്പോഴും കുഞ്ഞിൻ്റെ ചേതനയേറ്റ ശരീരം വീട്ടിലെത്തിച്ചപ്പോഴും അലമുറയിട്ട് കരയുകയും കൊലപാതകിയായ കുഞ്ഞിൻ്റെ അമ്മയെ അധിക്ഷേപിക്കുകയും ചെയ്യാൻ ഈ പ്രതി മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. കുഞ്ഞ് മരിക്കുന്നതിന് തലേരാത്രി പോലും ഇയാൾ ആ കുട്ടിയെ പീഡിപ്പിച്ചിരുന്നു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാകുന്നത്. മുറിവുകളും രക്തസ്രാവവും കണ്ടെത്തിയ ഡോക്ടറാണ് ഇരുട്ടിൻ്റെ മറവിൽ ഒളിച്ചിരുന്ന ഈ പ്രതിയെ യഥാർത്ഥത്തിൽ പുറം ലോകത്തെത്തിച്ചത്. തുടക്കത്തിൽ കുട്ടിയുടെ മരണത്തെക്കുറിച്ച് വിലപിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്ത പ്രതിക്ക് മുന്നിൽ പോലീസ് കണ്ടെത്തിയ തെളിവുകൾ ഓരോന്നായി നിരത്തിയപ്പോഴാണ് പ്രതി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അബദ്ധം പറ്റിയെന്ന് കുറ്റസമ്മതം നടത്തിയത്. കുഞ്ഞിന് ഏറ്റവും അടുപ്പമുണ്ടായിരുന്നത് പ്രതിയോടായിരുന്നു. അമ്മയുടെയും അച്ഛൻ്റെയും അടുത്തായിരുന്നില്ല കുഞ്ഞ് പലപ്പോഴും ഉറങ്ങിയിരുന്നത്. കാമാസക്തിയോടെ എന്തെല്ലാം ക്രൂരതകളാവും ആ കുഞ്ഞിനുമേൽ ഈ ക്രൂരൻ നടത്തിയിട്ടുണ്ടാകുക. വാക്കുകൾ കൊണ്ട് വിശേഷിപ്പിക്കാനോ സങ്കല്പിക്കാനോ കഴിയാത്ത തരത്തിലുള്ള ഈ ക്രൂരത അപൂർവങ്ങളിൽ അപൂർവമായ കുറ്റകൃത്യമായി കാണാൻ പോലീസിനും നീതിന്യായ സംവിധാനത്തിനും കഴിയണം. തൂക്കുകയറിൽ കുറയാത്തൊരു ശിക്ഷ ഈ പ്രതിക്ക് നൽകിയില്ലെങ്കിൽ അത് മനുഷ്യരോട് തന്നെയുള്ള വെല്ലുവിളിയായി കാണേണ്ടി വരും. ഇത്തരം കേസുകളിൽ സാക്ഷിമൊഴിയോ സാഹചര്യ തെളിവുകളോ പ്രതിക്ക് അനുകൂലമായാൽ പോലും പോലീസ് കസ്റ്റഡിയിൽ അയാൾ നടത്തിയ കുറ്റസമ്മതം ഒന്ന് മാത്രം മതി ഏറ്റവും വലിയ ശിക്ഷ വിധിക്കാൻ. കോടതികൾക്ക് തെളിവുകളാണല്ലോ പ്രധാനം. എത്രയോ പീഡന കേസുകളിൽ ഇരകളെ കൊലപ്പെടുത്തിയ പ്രതികൾ ഇപ്പോഴും ജയിലിൽ സുഖമായി കഴിയുന്നുണ്ട്. ചില പ്രതികൾ വിട്ടയക്കപ്പെട്ട സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലൊരു കേസായി ഇത് മാറാതിരിക്കണമെങ്കിൽ പോലീസും പ്രോസിക്യൂഷനും പൊതുസമൂഹവും ഈ കുഞ്ഞിൻ്റെ കാര്യത്തിൽ നിതാന്തമായ ജാഗ്രത പുലർത്തണം. കുട്ടികളോട് എങ്ങനെ പെരുമാറുന്നു എന്നതിനേക്കാൾ ഒരു സമൂഹത്തിൻ്റെ ആത്മാവിനെ ആഴത്തിൽ വെളിപ്പെടുത്തുന്ന മറ്റൊന്നില്ല. മഹാനായ നെൽസൺ മണ്ടേലയുടെ വാക്കുകളാണിത്. എന്നാൽ കുട്ടികളോട് നികൃഷ്ടമായി ക്രൂരമായി പെരുമാറുന്ന സമൂഹമായി നാം മാറിയിരിക്കുന്നു. അനുദിനം പുറത്തു വരുന്ന വാർത്തകൾ തെളിയിക്കുന്നത് മനസാക്ഷി മരവിച്ചു പോയ മനുഷ്യരുടെയും അവരെ സംരക്ഷിക്കുന്ന സമൂഹത്തിൻ്റെയും കഥകളാണ്. അതിനെ അറുതി വരുത്തണമെങ്കിൽ കുഞ്ഞുങ്ങൾ വീടുകളിൽ സുരക്ഷിതരാകണം. എന്നാൽ വീടുകളിലാണ് കുട്ടികൾ അധികവും പീഡിപ്പിക്കപ്പെടുന്നത് എന്ന വാർത്തകളാണ് അടുത്ത കാലത്തായി സംസ്ഥാനത്തും രാജ്യത്തും പുറത്തു വരുന്നത്. ചാലക്കുടി പുഴയിലേക്ക് കുഞ്ഞിനെ എറിഞ്ഞുകൊന്ന പെറ്റമ്മയുടെ ക്രൂരതയായിരുന്നു ആദ്യ ദിനങ്ങളിൽ എല്ലാവരെയും ഞെട്ടിച്ചത്. ഒരു പെറ്റമ്മ എന്തിനിത് ചെയ്തു? എങ്ങനെ അവർക്കതിന് കഴിഞ്ഞു എന്നായിരുന്നു ചോദ്യം. കൊലക്കുറ്റത്തിന് പിടിയിലകപ്പെട്ട അമ്മയെ വിമർശിക്കാത്തവർ ആരുമില്ല. പക്ഷേ ഭർത്തൃ വീട്ടിൽ സ്വന്തം കുഞ്ഞിനെ നിരന്തരമായി പീഡിപ്പിക്കുന്നത് അറിഞ്ഞിട്ടും നിസ്സഹായമായി പോയ ഒരു അമ്മയുടെ പ്രതികാരമാണ് കൊലയെന്ന് തിരിച്ചറിയാൻ വൈകി. ദുഷ്ടന്മാരുടെ ഈ ലോകത്ത് സ്വന്തം കുഞ്ഞ് വളർന്ന് വലുതാകുന്നതിലുള്ള ഭയം തന്നെയാവണം ഈ കടും കൈക്ക് പ്രേരിപ്പിച്ചിട്ടുണ്ടാകുക. മാനസിക രോഗിയെന്ന് മുദ്രകുത്തി ഭർത്തൃ വീട്ടുകാരും സ്വന്തം വീട്ടുകാരും ഈ അമ്മയെ അകറ്റി നിർത്തിയപ്പോൾ അത് അവസരമാക്കി അച്ഛൻ്റെ സഹോദരൻ ഉൾപ്പെടെയുള്ളവർ കുട്ടിയെ നിരന്തരം പീഡിപ്പിക്കുകയായിരുന്നു. ഇതെല്ലാം തിരിച്ചറിഞ്ഞിട്ടും എതിർക്കാനോ പ്രതിഷേധിക്കാനോ കഴിയാതെ പോയ ഒരു അമ്മയുടെ നിസ്സഹായത തന്നെയാവാം സ്വന്തം കുഞ്ഞിനെ പുഴയിലേക്ക് എറിയാൻ പ്രേരിപ്പിച്ചത്. കുഞ്ഞിനെ പുഴയിലേക്ക് എറിഞ്ഞ അമ്മ കൊലപാതക കേസിലും കുഞ്ഞിനെ പീഡിപ്പിച്ച അച്ഛൻ്റെ സഹോദരൻ പോക്സോ കേസിലും പ്രതികളാണ്. ഇരുവരും നിയമത്തിൻ്റെ മുന്നിൽ കുറ്റവാളികളാണ്. എന്നാൽ എട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞിനെ 2 വർഷത്തോളം പിച്ചു ചീന്തിയ പ്രതിയോട് ഒരു തരത്തിലുള്ള ദയയും മനുഷ്യവർഗത്തിൽ പിറന്ന ആർക്കും ഉണ്ടാവില്ല. ഈ സംഭവത്തിൽ സമൂഹം കടപ്പെട്ടിരിക്കുന്നത് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറോടാണ്. വെള്ളം കുടിച്ചുണ്ടായ മരണം കാരണം കണ്ടെത്തി റിപ്പോർട്ട് നൽകിയിരുന്നുവെങ്കിൽ യഥാർത്ഥ കുറ്റവാളി പുറത്തു വരുമായിരുന്നില്ല. വിദഗ്ധ പരിശോധനയിൽ പീഡന വിവരങ്ങൾ മനസ്സിലാക്കി യഥാസമയം അന്വേഷണ സംഘത്തെ അറിയിച്ച ഡോക്ടർ എല്ലാ അർത്ഥത്തിലും മനുഷ്യത്വത്തിൻ്റെ ആൾരൂപമാണ്.